തൃശൂർ കോർപ്പറേഷൻ 11ാം ഡിവിഷൻ മുക്കാട്ടുകരയിൽ എൻ.ഡി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവരാജൻ കോച്ചാട്ടിലാണ്. കൂടുതൽ വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, എവിടം വരെയായി പ്രചരണം? ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ റൗണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. എങ്ങനെയുണ്ട്? നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സപ്പോർട്ട് എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും ജയിക്കും തന്നെ പറയുന്നത്. നല്ല സപ്പോർട്ടുണ്ട്. എല്ലാവരും നല്ലൊരു പ്രതികരണം തന്നെ തരുന്നത്. അപ്പോൾ വിജയപ്രതീക്ഷയൊക്കെ എത്രത്തോളം ഉണ്ട്? വിജയ 100% ഉണ്ട്. 100% ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ വിജയിക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള വികസനമായിരിക്കും ഏറ്റവും ആദ്യം നടപ്പിലാക്കുക? നമ്മുടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളക്കെട്ടുണ്ട്, കുറേ ആ വെള്ളക്കെട്ട് മാറ്റണം. പിന്നെ റോഡുകൾ പകുതിയായിട്ട് 10 കൊല്ലമായിട്ട് റോഡ് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്, എടുത്തിട്ട് പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. അതൊന്ന് ശരിയാക്കണം. നല്ലങ്കര മുക്കാട്ട നെട്ടിശ്ശേരി 3 ഭാഗം എടുക്കുന്ന ഭാഗം. ഈ ഭാഗങ്ങൾ കുറേ വികസനങ്ങൾ നടത്താനുണ്ട്. പിന്നെ വയോജനങ്ങൾക്കൊരു വിശ്രമ കേന്ദ്രം ഇല്ല അവിടെ, അത് ചെയ്യണം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഇല്ല, അങ്ങനെ കുറേ ലൈബ്രറി ഇല്ല, വായിക്കാനായിട്ട് ലൈബ്രറി ഇല്ല. കാർഷിക മേഖല കണ്ടമാനം ഇതായിട്ട് കിടക്കണം. കാർഷിക മേഖല ഒന്നുമില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വർഷകാലം വന്നാൽ നിറച്ച് വെള്ളം നിറയും, അത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ പറ്റി ഒരു പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഫുൾ ടൈം 24 മണിക്കൂറും നമ്മൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കാനുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു പെൺകരുത്താണ് മുക്കാട്ടുകരയിൽ UDF വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ശ്യാമള മുരളീധരൻ. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ, അതായത് 1ാം ഘട്ടം പൂർത്തിയായി, 2ാം ഘട്ടം പകുതി കഴിയുന്നു. നല്ല രീതിയിൽ തന്നെ നല്ല പോലെ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി ഞാൻ പ്രചരണം നടത്തിക്കൊണ്ടു പോകുന്നു. ഇപ്പോൾ 100% വിജയപ്രതീക്ഷ ഉണ്ടോ? നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായിട്ട് ഒല്ലൂക്കര 15ാം ഡിവിഷൻ്റെ പ്രതിനിധിയാണ്. ഇപ്പോൾ എൻ്റെ ഡിവിഷൻ്റെ ഒരു ഭാഗം തന്നെ എനിക്ക് മുക്കാട്ടുകര 11ാം ഡിവിഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതലുണ്ട്. എന്നാലും അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ശ്യാമളേച്ചിയല്ലേ, ഞങ്ങൾക്കറിയാവുന്ന ആളാണെന്നുള്ള പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സ്ത്രീകൾക്ക് വേണ്ടി അവരെന്ത് പറയുന്നു, വീട്ടമ്മമാർ എന്ത് പറയുന്നു, എനിക്കാവുന്നതാണ്. ഈ 10 വർഷമായിട്ട് അവർക്കറിയാം എന്നെ, ഞാൻ ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവുന്നതെന്തും ഞാൻ അവരുടെ ഒപ്പം നിന്ന് ചെയ്തു കൊടുക്കും. ഇപ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടോ? വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. മക്കളായാലും ഹസ്ബൻഡ് കൂടെ എല്ലാ ദിവസവും വരും. പിന്നെ മക്കളായാലും വീട്ടിൽ ഒപ്പം നിന്ന്, എൻ്റെ 2 മക്കളുടെ കല്യാണം ഇപ്പോൾ അടുത്താണ്. ഈ 16ാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് 17ാം തീയതി തൊട്ടാണ് ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയത്. അവർ ആ 2 വന്ന കുട്ടികളും നല്ല രീതിയിൽ തന്നെ, അമ്മ എവിടേക്ക് വേണമെങ്കിലും പോയി വർക്ക് ചെയ്തോളാം, ഞങ്ങളിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മക്കൾ. ഇടതുപക്ഷ പാരമ്പര്യത്തിന്റെ ആവേശവും ആത്മവിശ്വാസവുമായാണ് MA പോളി മുക്കാട്ടുകരയിൽ കന്നിയംഗത്തിന് ഇറങ്ങുന്നത്. ചേട്ടാ, പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? പ്രചരണമൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും എല്ലാവിധ സപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്നു, അതിന് മുന്നേ എൻ്റെ അപ്പൻ സ്ഥാനാർത്ഥിയായിരുന്നു, എൻ്റെ സഹോദരൻ്റെ ഭാര്യ അവരും ഇവിടെ കൗൺസിലിൽ സ്ഥാനാർത്ഥിയായിരുന്നു, എൻ്റെ സഹോദരൻ കേരള കോളേജിലെ ചെയർമാന് ബാസ്റ്റിൻ. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെയുള്ള വീടാണ്. ചേട്ടൻ ജയിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഈ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ആദ്യകാലത്ത് റോഡിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റോഡുകളുടെ പണികളൊക്കെ പൂർത്തിയായി. ഇവിടെ യാതൊരു വിധത്തിലുള്ള റോഡുകളുടെ ഒരു വിഷയമില്ല. കുടിവെള്ളത്തിന് വിഷയമുള്ള ഒരു ഡിവിഷനല്ലത്. എങ്കിലും വളരെ അപൂർവമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളത്തിൻ്റെ ചെറിയ ഇതുണ്ടായിരുന്നു. അതും നിങ്ങൾ കൊടുത്ത് തീർത്തു. അവർക്ക് വെള്ളത്തിന് ആവശ്യം ഉണ്ടായിട്ടല്ല എന്നിരുന്നാൽ തന്നെ അവിടേക്ക് ആ കണക്ഷൻ വേണമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അവർ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുക്കാട്ടുകരയിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.